നമ്മളുടെ ഫ്ലോറിൽ 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ വരാൻ പോവാണ്. യെസ്, അപ്പൊ നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ്സ് നടക്കുകയായിരുന്നു, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലെ ബെസ്റ്റ് ഫാമിലി എമോജിംഗ് കാറ്റഗറിയിലെ അവാർഡ് വിൻ ചെയ്ത ഒരു കപ്പിൾസ് ആണ് വരാൻ പോകുന്നത്. Okay, so let's welcome little couples. Hello. Little couples. Hi. Hi. Hi, little couples. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ് ആ ഒരു അവാർഡ് വിൻ ചെയ്തതിന്. എന്തൊക്കെയുണ്ട് രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ പറ. സുഖമായിട്ടിരിക്കുന്നു. പേര് പറയേ, പേര് പറയും. സിത്താര. അമൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 91K യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില് 1,40,000, ഫേസ്ബുക്കില് 32. എന്റെ അമല ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? അല്ല ശരത് സാർ, കപ്പിൾസിന്റെ പിന്നിൽ ഒരു വലിയ ലവ് സ്റ്റോറി ഉണ്ട്. ആണോ? അത് കേക്കട്ടെ. അതെ, നിങ്ങളുടെ ആ ലവ് സ്റ്റോറി ഒന്ന് നമ്മളുടെ അമൃത ടിവി പ്രേക്ഷകർക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കണം. ഒന്ന് ചുരുക്കി പറയൂ ആ ലവ് സ്റ്റോറി. ചുരുക്കി പറയാം. ചുരുക്കിയാ ഞങ്ങള് പ്രണയം തുടങ്ങുന്നത് ഞങ്ങളെ പോലെയുള്ള ഒരു കൂട്ടായ്മയുണ്ട്, ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ട്രസ്റ്റിലൊരു ഓണപരിപാടി വെച്ചു. ആ ഓണപരിപാടിയിൽ കോർഡിനേറ്ററായിട്ട് നിന്നത് ഞാനാണ്. അപ്പോൾ ആള് ഗ്രൂപ്പിലുണ്ട്. ആള് ഗ്രൂപ്പിൽ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഗ്രൂപ്പിൽ. അപ്പോൾ ആളെനിക്ക് ഫസ്റ്റ് ഒരു പാട്ട് അയച്ചു തന്നു, ആള് പാടിയത്. രണ്ടാമത് ഒരു കവിതയായിരുന്നു, അതും അയച്ചു തന്നു. മൂന്നാമതൊരു പാട്ട് വേറെ അയച്ചു തന്നു. അത് കഴിഞ്ഞ് രാത്രി ഓരോ ദിവസം ഓരോരോ പരിപാടിയാ ഗ്രൂപ്പിൽ. അപ്പം തിരിച്ചങ്ങോട്ടൊന്നും അയച്ചില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു ഞങ്ങളെ കോർഡിനേറ്ററിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് മാർക്ക് എത്രയാന്ന് നോക്കിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞു രാത്രി 12 മണിക്ക് ആള് ഐ ലവ് യു എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. 12 മണി അലാം വെച്ചോ? എങ്ങനെയാണ്? രാത്രി നമ്മൾ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഐ ലവ് യു പറഞ്ഞേക്കാന്ന്. അല്ല, ഞാൻ വെറുതെ ചുമ്മാ ചൊറിഞ്ഞു നോക്കി. എന്റെ അമലെ എങ്ങനെ അതില് വീണു? ഒരാൾ ചൊറിയുമ്പോഴാണ് വീഴുന്നത്? ഇല്ല സാറേ, പെട്ടെന്ന് അങ്ങോട്ട് പോയി വീണാല് ആൾക്കാർ വിചാരിക്കില്ല കോഴിയാന്ന്. സ്വന്തമായിട്ട് എന്തിനാടാ പേര് പറയുന്നത്? ഞാൻ കുറച്ച് ഡിമാൻഡ് ഇട്ടു. ഞാൻ എന്റെ ഗ്രൂപ്പിലെ സെക്രട്ടറിനോട് പറഞ്ഞു, ചേച്ചി ആ കൊച്ചിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല, നിങ്ങളുടെ നാട് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. അല്ല സിത്താര, എന്താണ് അവിടെ മാത്രം 12 മണിക്ക് ഐ ലവ് യു പറയാനുണ്ടായ ഒരു കാരണം? അല്ല, കോമൺ ആയിട്ട് ഇട്ടതാ, പിടിച്ചത് അവിടെ. അല്ല, ഫ്രീ ആയിട്ടിരിക്കുന്ന കിടക്കുന്ന സമയക്കല്ലേ, ആര് പുള്ളി 4 മണിക്കാണ് ഉറങ്ങുന്നത്. ഇല്ല, ഞങ്ങള് പിന്നെ പ്രണയം തുടങ്ങിയ സമയത്ത് രാത്രി ഒരു 9 മണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് 6 മണി വരെ സംസാരിക്കും. ഉറക്കമൊന്നുമില്ല. അമൽ എപ്പോഴാണ് തിരിച്ച് സിത്താരയോട്? 2 ദിവസം കഴിഞ്ഞപ്പോ അതായത് 48 hours കടിച്ചു പിടിച്ചു. എന്നിട്ട് ഈ കറക്റ്റ് 12 മണിക്കാണ് അങ്ങോട്ട് അയച്ചത്? അല്ല, ഞാൻ മോർണിംഗ് അയച്ചു. പിന്നെ ആളായിട്ട് സംസാരിച്ചു, അവളെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ നിരന്തരം കോളായ സമയത്ത് ഞങ്ങളെ വീട്ടുകാർ തന്നെ എന്താ പറയാ, ഇവൻ ഉറങ്ങുന്നില്ല, അവക്കും ഉറക്കില്ല എന്ന് തോന്നിയപ്പോ രണ്ടുപേരും ഒരുമിച്ച് വീട്ടുകാര് പറഞ്ഞു നമുക്ക് അവളെ വീട്ടിൽ പോയി സംസാരിക്കാന്ന്. അപ്പൊ അതിന്റെ മുന്നേ എന്നോട് പറഞ്ഞു, നീ ഒന്ന് അവളെ കണ്ടിട്ട് വരെ. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ടിട്ടില്ല. ഇല്ല, ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. വീഡിയോ കോള് അല്ലെങ്കിൽ വാട്സപ്പിലുള്ള ചാറ്റ് നേരിട്ട് കാണാൻ പോയി. അപ്പൊ നേരിട്ട് കാണാൻ പോയ സമയത്ത് ആള് വരുന്നതെന്ന് വെച്ചാല് ആളെ അമ്മേനെയും കൂട്ടിട്ട് എന്നെ കാണാൻ വന്നു. ഒരു ഫ്രണ്ടിനെയും കൂട്ടി വരേണ്ട അടുത്ത് അവളെ അമ്മേനെയും കൂട്ടി വന്നു. എന്ത് പരിപാടിയാണ്? ആറന്മുള വന്നു. ഭാവി പനിമോനെ കാണണ്ടേ അമ്മയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അമ്മ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇത്ര വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു മോനെ, ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള കല്യാണം പോലെ നടക്കൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് അവളെ മാത്രം മതി എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു. എൻ്റെ വീട്ടുകാർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അച്ഛനും അമ്മയും കണ്ടു. ഞങ്ങളെ വീട്ടിൽ വരികയെന്ന് വെച്ചാൽ കോഴിക്കോട് എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആണിന്റെ വീട്ടിലേക്ക് പെണ്ണ് വരുന്നത്.
അടുക്കള ഭാഗത്തു കൂടെ അവള് കയറി, ഞങ്ങൾ സംസാരിച്ചു, കല്യാണം ഉറപ്പിച്ചു. കഴിഞ്ഞ വർഷം 29-നായിരുന്നു ഞങ്ങളെ കല്യാണം, ഗുരുവായൂർ വെച്ചിട്ട് അതിനെ ഉറപ്പിച്ചത്. അപ്പോൾ ഞാനൊരു ദിവസം ഓണത്തിൻ്റെ സമയത്ത് അവളെ വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് കള്ളവും പറഞ്ഞാ പോയി അമ്മമ്മേനോട്, ആറന്മുള അമ്പലത്തിലേക്ക് പോവാന്നും പറഞ്ഞാ പോയി. അങ്ങനെ ഇതായിരുന്നു ആറന്മുള അമ്പലം. ഇതാണ് ആറന്മുള അമ്പലം. അങ്ങനെ ആറന്മുള അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് പോയി. അവളെ വീട്ടിൽ പോയി സംസാരിച്ചു. അപ്പോൾ അവളെ അമ്മ പറഞ്ഞു, മോനെ ഇപ്പോൾ കല്യാണം പെട്ടെന്ന് നടക്കില്ല, അവളപ്പാക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ചും കൂടി ഡേറ്റ് മാറ്റും, കുറച്ചും കൂടി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ അങ്ങനെ ലേറ്റ് ആക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊരു വീടൊക്കെ ആയിട്ട് കല്യാണം കഴിക്കണം എന്നാണ്, അവളെ നല്ല രീതിക്ക് കെട്ടിച്ചു വിടണമെന്നൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മ സമ്മതിക്കുന്നില്ല, നീ പോയടെ ചെക്കാന്ന് പറഞ്ഞു. അവളമ്മ നീ പോയ ചെക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി സംസാരിച്ചു. കണ്ണില് നോക്കി സംസാരിച്ചു. എനിക്ക് വയ്യ. റൊമാൻസ്. എന്താ സംസാരിച്ചേ? ബാബു അവളമ്മ പറഞ്ഞു, എന്തായാലും ഇവിടം വരെ വന്നിട്ടല്ലേ, നീ അവളെയും കൂട്ടി ഒന്ന് ആറന്മുള അമ്പലത്തിൽ തൊഴുതിട്ടിങ്ങ് പോരിയെന്ന്. അവളമ്മ പച്ചക്കറി വാങ്ങാൻ തന്ന പൈസയും കൊണ്ടാണ് ഞങ്ങള് എറണാകുളത്തേക്ക് ട്രെയിൻ കയറി. പിന്നല്ലാതെ അത് മനസ്സിലായില്ലേ പറഞ്ഞത്? വിളിച്ചോണ്ടങ്ങ് പോയി. അവളെയും കൂട്ടി അന്ന് എറണാകുളത്ത് വന്നു. പിറ്റേന്ന് വൈരാഗ്യം നടത്തുന്നായിരുന്നു ഞങ്ങളെ കല്യാണം. അപ്പൊ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ഈ ഫ്ലോറിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അമൃത ടിവിയുടെ ഡിജിറ്റൽ ബെസ്റ്റ് ഫാമിലി എമർജൻസി അവാർഡ് ഞങ്ങൾക്കാണ്. ഒരുപാട് സന്തോഷം. വെരി ഗുഡ്. അത് മാത്രല്ല, അമൽ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. റീസെന്റ് റിലീസ് ആയിട്ടുള്ള ഇന്നസെന്റ് മൂവിയില് അമൽ അഭിനയിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. ബെസ്റ്റ് ഫാമിലി എമർജിംഗ് അവാർഡ് അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ്സിൽ നിങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ വെറുതെ വിടുന്നില്ല. ഈ ഒരു എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ രണ്ടുപേരും അവിടെ ഇരുന്നു.